ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 13ാം ദിവസം പിന്നിടുകയാണ്. വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ അവരിപ്പോഴും സർക്കാർ തഴയുകയാണ്. അത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. കാരണം നമ്മുടെ ക്ഷേമത്തിനായി ഓടി നടന്നവരാണ് ഈ ആശാ വർക്കർമാരെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു സമരം ചെയ്യുമ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ആശാ വർക്കർമാർ കുറച്ച് സ്ത്രീകളുടെ ഒരു ചെറിയ സമരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ മഹാസംഗമം ഉണ്ടായി. വിവിധ ജില്ലകളിൽ പോലും അവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തല ഈ സമരപന്തൽ സന്ദർശിക്കുന്നത്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞതാണ് ഈ ഒരു സമരത്തെ അവഗണിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹം പോലും വ്യക്തമാക്കിയാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ സമരം ഈ 13ാം ദിവസം പിന്നിടുമ്പോൾ വളരെ വലിയൊരു ഐക്യദാർഢ്യമായി ആണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരം നേതാവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ സർക്കാർ ഈ ഒരു സമരം പൊളിക്കുന്നതിന് വേണ്ടി വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവർ ഇപ്പോൾ പറയുകയാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ആയിരക്കണക്കിന് ആശാ വർക്കർമാർ പങ്കെടുത്തുകൊണ്ട് മഹാസംഗമം നടന്നത്. ആ സംഗമത്തെ തുടർന്ന് അതിൻ്റെ പങ്കാളിത്തം കണ്ട്, അതിൻ്റെ സംഘാടനം കണ്ട്, അതിൻ്റെ ആളുകൾ അതിന് നൽകുന്ന പിന്തുണ കണ്ട് വിരളി പിടിച്ച സർക്കാർ ഇന്നലെ ഒരു ആരോഗ്യ വകുപ്പ് ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. ആ സർക്കുലർ ഒരു ഗൂഗിൾ ഫോമിൽ തയ്യാറാക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാരുടെ മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഞങ്ങൾ കണ്ടു CI2-ൻ്റെ ആളുകൾ വിവിധ PHSCകളിൽ ചെന്നുകൊണ്ട് ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്താനും വിരട്ടാനും ഒക്കെ നോക്കി. പക്ഷേ അതിനൊക്കെ നമ്മുടെ ആശാ വർക്കർമാർ നല്ല ചുട്ട മറുപടി കൊടുത്തിരുന്നു. അതേ തുടർന്ന് അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴായിരിക്കണം ഒരു പക്ഷേ ആരോഗ്യ വകുപ്പിനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനൊരു വിവരശേഖരണം നടത്തുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് നമ്മൾക്കത് അതിൻ്റെ കാര്യങ്ങൾ സംസ്ഥാനത്തുടനീളം ആശാ വർക്കർമാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കിയിരിക്കുന്നു. ആശാ വർക്കർമാർ നടത്തിയ മഹാസംഗമത്തിൽ പങ്കെടുത്ത ആശാപ്രവർത്തകരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് ഈ വിവരശേഖരണത്തിൽ ഞങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്. കാരണം വളരെ ജനാധിപത്യപരമായി നടക്കുന്ന ഒരു സമരമാണ്, ന്യായമായ ഡിമാൻഡാണ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഈ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പോലും എത്ര ചിട്ടയെ എത്ര സമാധാനപരമായിട്ടാണ് ആ ഡിമാൻഡുകൾ ഉയർത്തി സമരം നടത്തിയെന്ന് ലോകം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമരത്തിൽ വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കുവാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത് തീർച്ചയായും നന്നല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആശാ വർക്കർമാർ ഇന്നലെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 17 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരെ നിങ്ങൾ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തണം. കാരണം ഒരു തൊഴിലിൽ സ്ഥിര സ്വഭാവത്തിൽ ജോലി ചെയ്യാണ്, ഇത് ഇനി നിർത്തിവെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഇതാണ് ഡിമാൻഡ്. നിങ്ങൾ ഈ ലിസ്റ്റ് എടുത്ത ആളുകളെ മുഴുവൻ ഒന്നാം ഘട്ടമായി സ്ഥിരപ്പെടുത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ആരോഗ്യമന്ത്രിയായിട്ട് വീണ്ടും ചർച്ച തീർച്ചയായും അവരുടെ ആവശ്യങ്ങൾ നിരവധിയാണ്. 13ാം ദിനവും തുടരുകയാണ് അവരുടെ സമരം. രാപ്പകൽ സമരമാണ്. ആഹാരമൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കി അവർ അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. വളരെ ന്യായമായ ആവശ്യം. അവർ പറയുന്നു ജനാധിപത്യപരമായ സമരം ചെയ്യലാണ്. അതിനെ എന്തിനാണ് അടിച്ചമർത്താൻ നോക്കുന്നത്?